ലോക എന്ന യൂണിവേഴ്സിലെ വെൽ ലെജൻഡ് സ്റ്റിൽ എന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ദുൽഖർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു. അതിൽ ലോക ചാപ്റ്റർ 2 വരാൻ പോകുന്ന ചാത്തന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞിരുന്നത്. എന്നാൽ അതിനിടയിൽ തന്നെ ദുൽഖറിന്റെ ഒടിയൻ ക്യാരക്ടറാണ് അഡോൾഫ് ഹിറ്റ്ലറെ കൊന്നത് എന്ന ഒരു കാര്യവും ചാത്തനായ ടൊവിനോ പറയുന്നുണ്ട്. നമുക്കറിയാം ഹിറ്റ്ലർ കൊല്ലപ്പെടുകയല്ല, പകരം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന്. സയനൈഡ് കഴിച്ചും സ്വയം വെടിയുതിർത്തുമാണ് ആത്മഹത്യ ചെയ്തതെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ലോക എന്ന ചിത്രത്തിൽ പല കാര്യങ്ങളും മാറ്റിമറിച്ചാണ് കാണിച്ചിരുന്നത്. മനുഷ്യരെ നിഷ്കരണം കൊന്ന് ചോര കുടിക്കുന്ന യക്ഷിക്ക് പകരം അവരെ സംരക്ഷിക്കാനായി നടക്കുന്ന യക്ഷിയെന്നും കത്തനാർ കള്ളിയങ്കാട്ട് നീലിയെ തളച്ചു എന്നത് ജസ്റ്റ് നാട്ടുകാരെ പറ്റിക്കാനാണ് എന്നിങ്ങനെ നമ്മൾ കേട്ടുവളർന്ന പല കാര്യങ്ങളും മാറ്റിയാണ് അവർ ചിത്രത്തിൽ കൊണ്ടുവന്നിരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു എന്നാണ് യാഥാർത്ഥ്യമെങ്കിലും അത് ഈ സിനിമയിൽ എത്തിയപ്പോൾ ഒടിയൻ കൊന്നു എന്ന് അവർ വരുത്താൻ നോക്കുന്നതാകും. ഹിറ്റ്ലറും ഭാര്യ ഇവാ ബ്രൗണും ബങ്കറിൽ വെച്ച് ആത്മഹത്യ ചെയ്തുവെന്നും ആ സമയം അവർ രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ ആത്മഹത്യ ചെയ്തത് മറ്റാരും തന്നെ കണ്ടിട്ടില്ല. സോ ആ ഒരു ചാൻസ് വെച്ചാകും ഇവർ ഈ സിനിമയിൽ ഈ കാര്യം പറയുന്നത്. കൂടാതെ ഈ ഒടിയന് പല മൃഗങ്ങളുടെയും രൂപത്തിലേക്ക് മാറാൻ കഴിയും എന്ന പോലെ ഈ സിനിമയിലെ ഒടിയന് മറ്റു മനുഷ്യരുടെ രൂപവും സ്വീകരിക്കാൻ കഴിഞ്ഞേക്കുമെന്നും അത്തരത്തിൽ മറ്റൊരാളുടെ രൂപത്തിലേക്ക് മാറിയാകും ഒടിയൻ ഹിറ്റ്ലറെ കൊന്നത് എന്നുമാകും അവർ സിനിമയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒടിയൻ ഒരു കോൺട്രാക്ട് കില്ലർ എന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്രതാപശാലികളായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ കൊല്ലാനായി ഒരു അസാസിനായിട്ടാണ് ഒടിയനെ വിളിക്കാറ്. സോ ഹിറ്റ്ലറുടെ ശത്രുക്കളുടെ കോൺട്രാക്ട് എടുത്തുകൊണ്ട് ഒരു അസാസിനായ ഈ ഒടിയൻ ഹിറ്റ്ലറെ കൊന്നുവെന്നും ഈ ചിത്രത്തിലൂടെ അവർക്ക് വരുത്തി തീർക്കാം.